എല്ലാവർക്കും നമസ്കാരം. പഞ്ചതന്ത്ര മിത്രഭേദത്തിലെ 25-ാമത്തെ കഥയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്കായി പറയുന്നത്. പാമ്പിനെ വിവാഹം കഴിക്കുവാനെത്തിയ പെൺകുട്ടി തൻ്റെ തോഴിമാരോട് പറയുന്ന കഥയാണിത്. വിധിവിഹിതം ലംഘിക്കാനാവില്ല എന്നാണ് ഈ കഥയുടെ പേര്. പണ്ട് ദേവലോകത്തെ രാജാവായ ദേവേന്ദ്രന് സുന്ദരിയായൊരു തത്തയുണ്ടായിരുന്നു. നല്ല സൗന്ദര്യവും ബുദ്ധിയും ഉണ്ടായിരുന്ന ആ തത്തയെ ദേവേന്ദ്രൻ വളരെയധികം ഓമനിച്ചാണ് വളർത്തിയിരുന്നത്. എല്ലാ ദേവന്മാർക്കും പ്രിയപ്പെട്ടവളായിരുന്നു ആ തത്ത. ഒരിക്കൽ ദേവേന്ദ്രൻ്റെ തോളിലിരുന്ന് തത്ത കീർത്തനങ്ങൾ ആലപിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹത്തെ കാണുവാനായി യമദേവൻ അവിടെ എത്തിച്ചേർന്നു. യമനെ കണ്ടതും തത്ത പേടിച്ച് വിറച്ച് ചിറകടിച്ചുയർന്നു. തത്തയുടെ പേടിച്ചരണ്ട മുഖം കണ്ട ദേവന്മാർ തത്തയോട് ചോദിച്ചു, എന്തിനാണ് നീ യമദേവനെ കണ്ടപ്പോൾ പേടിച്ചു പറന്നു പൊങ്ങിയത്? തത്ത പറഞ്ഞു, അയ്യോ, എനിക്ക് അദ്ദേഹത്തെ വളരെ ഭയമാണ്. മാത്രമല്ല, അദ്ദേഹം മരണത്തിൻ്റെ ദേവനല്ലേ. ആരാണ് അദ്ദേഹത്തെ കണ്ടാൽ പേടിച്ചു വിറയ്ക്കാത്തത്? ദേവന്മാർക്ക് വിഷമം തോന്നി. അവർ യമൻ്റെ മുന്നിലെത്തി. എന്നിട്ട് അപേക്ഷിച്ചു, യമദേവ, ഞങ്ങളുടെ പൊന്നോമനയാണ് ഈ തത്ത. അതിനൊരിക്കലും അങ്ങ് മരണം നൽകരുത്. ദേവന്മാർ തമ്മിൽ പറഞ്ഞു, പാവം തത്ത പേടിച്ചിരിക്കുകയാണ്. അവളുടെ ഭയം മാറ്റിയെടുക്കാൻ നമുക്കവളെ യമദേവൻ്റെ അടുത്ത് കൊണ്ടുപോകാം. അവർ ഭയന്ന് വിറച്ചിരിക്കുന്ന തത്തയെയും കൊണ്ട് യമദേവൻ്റെ മുന്നിലെത്തിയിട്ട് യമദേവനോട് അപേക്ഷിച്ചു, അല്ലയോ യമദേവ, ഞങ്ങൾ ദേവന്മാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് ഈ തത്ത. അവൾ കീർത്തനങ്ങൾ പാടി ഞങ്ങളെ എല്ലാം സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങേ ഇവൾക്ക് ഭയമാണ്. ഒരിക്കലും അങ്ങ് ഇവൾക്ക് മരണം നൽകരുതേ. ദേവന്മാരുടെ അപേക്ഷ കേട്ടപ്പോൾ യമദേവൻ പറഞ്ഞു, ദേവകളെ, മരണം എപ്പോൾ ഉണ്ടാകുമെന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല, അത് കാലപുരുഷൻ്റെ കയ്യിലാണ്. ഉടൻ തന്നെ ദേവന്മാർ തത്തയെയും കൂട്ടി കാലപുരുഷൻ്റെ അടുക്കലെത്തി അപേക്ഷിച്ചു, ദയവായി ഞങ്ങളുടെ തത്തയ്ക്ക് അങ്ങ് മരണം നൽകരുതേ. അവരുടെ അപേക്ഷ കേട്ട് കാലപുരുഷൻ പറഞ്ഞു, ആയുസ് തീരുമാനിക്കുന്നത് ഞാനല്ല, സാക്ഷാൽ മരണം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ മരണത്തെ സമീപിച്ച് അപേക്ഷിക്കുക. പക്ഷേ മരണത്തെ നേരിട്ട് കണ്ടയുടൻ തത്ത ചത്തു വീണു. ദേവന്മാർ യമദേവൻ്റെ അടുത്തെത്തി ചോദിച്ചു, യമദേവ, എന്തുകൊണ്ടാണ് തത്ത മരണത്തെ നേരിട്ട് കണ്ടപ്പോൾ ചത്തു വീണത്? യമദേവൻ പറഞ്ഞു, മരണത്തെ നേരിട്ട് കാണുന്ന നിമിഷം ചത്തു വീഴുമെന്നായിരുന്നു ആ തത്തയുടെ വിധി. അധികമൊന്നും ചോദിക്കാൻ നിൽക്കാതെ ദേവന്മാർ അവിടെ നിന്നും മടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിധിയെ തടുക്കാൻ ആർക്കും കഴിയില്ലെന്ന്. പെൺകുട്ടി തോഴിമാരോട് കഥ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നീട് അവൾ സന്തോഷപൂർവ്വം ദേവശർമ്മൻ്റെ പുത്രനായ സർപ്പത്തെ വിവാഹം കഴിച്ചു. പാലും ഭക്ഷണവും മറ്റും നൽകി അവൾ സർപ്പത്തെ ഭക്തിപൂർവ്വം പരിചരിച്ചു. ഒരു ദിവസം രാത്രിയിൽ പെൺകുട്ടി ഒരു കാഴ്ച കണ്ട് ഭയന്നുപോയി. തൻ്റെ മുറിയിലതാ സുന്ദരനായ ഒരു യുവാവ്. അവൾ പരിഭ്രമത്തോടെ പുറത്തേക്ക് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ ആ യുവാവ് പറഞ്ഞു, പേടിക്കേണ്ട, ഞാൻ നിന്റെ ഭർത്താവായ സർപ്പം തന്നെയാണ്. നീ പേടിക്കാതിരിക്കാനായി ഈ രൂപം ധരിച്ചു എന്നേയുള്ളൂ. സർപ്പത്തിൻ്റെ ശരീരം അതാ ആ പെട്ടിയിൽ തന്നെയുണ്ട്. സംശയമുണ്ടെങ്കിൽ പെട്ടി പരിശോധിച്ചോളൂ. പെട്ടിയിലേക്ക് നോക്കിയ പെൺകുട്ടി അത്ഭുതപ്പെട്ടു പോയി. നോക്കുമ്പോൾ അതാ ആ പെട്ടിയിൽ സർപ്പത്തിൻ്റെ പടം മാത്രം കിടക്കുന്നു. അയാൾ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്ക് ബോധ്യമായി. അങ്ങനെ അന്നു മുതൽ രാത്രിയാകുമ്പോൾ സർപ്പം തൻ്റെ രൂപം വിട്ട് മനുഷ്യരൂപം ധരിച്ച് പെൺകുട്ടിയുടെ അടുത്ത് വരാൻ തുടങ്ങി. പ്രഭാതമാകുമ്പോൾ തിരികെ സർപ്പരൂപം കൈക്കൊള്ളുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ദേവശർമ്മൻ ഒരിക്കൽ ഇത് കണ്ടുപിടിച്ചു. ഒരു ദിവസം രാത്രിയിൽ അദ്ദേഹം ഉറങ്ങാതെ സർപ്പം മനുഷ്യരൂപം മാറുന്നത് കാണാൻ കാത്തിരുന്നു. സർപ്പം മനുഷ്യരൂപം ധരിച്ച് പെൺകുട്ടിയുടെ അടുത്തേക്ക് പോയപ്പോൾ അയാൾ മെല്ലെ ചെന്ന് പെട്ടിയുമായി പുറത്തു കടന്നു. എന്നിട്ട് സർപ്പത്തിൻ്റെ പടം കിടക്കുന്ന പെട്ടിയും കൊണ്ട് പുറത്തേക്ക് വന്ന് അതിനെ കത്തിച്ച് ചാമ്പലാക്കി. രാവിലെ ആയപ്പോൾ സർപ്പരൂപം ധരിക്കാനാവാതെ വന്ന യുവാവ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. അന്നു മുതൽ സർപ്പം മനുഷ്യരൂപത്തിൽ തന്നെ തൻ്റെ ഭാര്യയോടും അച്ഛനമ്മമാരോടുമൊപ്പം സുഖമായി ജീവിച്ചു. മന്ത്രി കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ഉടൻ ഒട്ടും സമയം വൈകാതെ നമ്മുടെ സന്യാസിയുടെ ശരീരം സൂക്ഷിച്ചിരുന്ന ആ ഒരു പെട്ടിയെടുത്തു കൊണ്ടുപോയി രാജാവിൻ്റെ ആളുകൾ വിറകുകൾ വെച്ച് തീ കൊളുത്തി. തീയിൽപ്പെട്ട സന്യാസിയുടെ കഥയും കഴിഞ്ഞു. കരടകൻ പറഞ്ഞു നിർത്തി, ദമനക, നിന്റെ ദുഷ്ടബുദ്ധിയാണ് എല്ലാം വരുത്തി വെച്ചത്. ഈ ദുർബുദ്ധി ഒരുപക്ഷെ നിനക്ക് പൈതൃകമായി കിട്ടിയതാകാം. യഥാ പിത തഥാ പുത്ര എന്നാണല്ലോ. കാഞ്ഞിര മരത്തിലൊരിക്കലും കസ്തൂരി മാമ്പഴം വിളയാറില്ലല്ലോ. കരടകൻ തുടർന്നു, ജ്ഞാനികളിലും മാനികളിലുമുള്ള നേർത്ത കുറവുകൾ ഒരിക്കലും പുറത്തു കാണാൻ സാധിക്കില്ല. ചിലർ മാനം മറന്ന് വൈകല്യങ്ങൾ പ്രദർശിപ്പിച്ചു നടക്കും. നീ അത്തരക്കാരനാണ്. ദുഷ്ടന്മാരെ ഉപദേശിക്കുന്നത് വെറുതെയാണ്. സൂചിമുഖ പക്ഷി കുരങ്ങിനെ ഉപദേശിച്ചതുപോലെ. അപ്പോൾ ദമനകൻ ചോദിക്കാണ്, ആ കഥ നീയൊന്ന് പറയാമോ?
അപ്പോൾ കരടകൻ ആ കഥ പറയുവാൻ തുടങ്ങി. പലപ്പോഴും പഞ്ചതന്ത്ര കഥകൾ കേൾക്കുന്ന സമയത്ത് അവസാന ഭാഗത്തെത്തുമ്പോൾ ഒരു തുടർച്ച നിങ്ങൾക്ക് അനുഭവപ്പെടുകയില്ല. അതിന് കാരണം മുൻ കഥകൾ കേൾക്കാത്തതുകൊണ്ടാണ്. പഞ്ചതന്ത്ര കഥകൾ തുടർച്ചയായി വരുന്ന കഥകളാണ്. അതുകൊണ്ട് ഓരോ കഥയും കേൾക്കുവാൻ ശ്രമിക്കണം. കരടകനും ദമനകനും മന്ത്രിയുമെല്ലാം മുൻ കഥകളിൽ വന്നിട്ടുള്ള കഥാപാത്രങ്ങളാണ്. അതുകൊണ്ട് ആ കഥകൾ തുടർന്ന് കേട്ടുവരുവാൻ എല്ലാവരും ശ്രദ്ധിക്കണം. എല്ലാവർക്കും നന്ദി. അടുത്ത കഥ അടുത്ത ആഴ്ച.